തിരിച്ചു വരാം. ഇപ്പോൾ മുൻ DGP സെൻകുമാർ നമ്മളുടെ ടെലിഫോൺ ലൈനിലുണ്ട്. സെൻകുമാർ, ഇപ്പോൾ തലസ്ഥാനത്ത് വീണ്ടും ഒരു ക്രൂര കൊലപാതകം നടന്നിരിക്കുന്നു. തലക്കടിച്ചു കൊലപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള അതിക്രൂരമായ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ലഹരി സംഘങ്ങളാണ് ഇതിന് പിന്നിലൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. താങ്കൾക്ക് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത്? ഈ ലഹരി മാഫിയ നമ്മളെ സംസ്ഥാനത്തിനെ പിടിമുറുക്കുകയാണ്. സ്കൂളുകളിൽ, കോളേജുകളിൽ എക്സൈസ് ഓഫീസറുടെ കുറെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നൊരു മാധ്യമത്തിൽ വന്നതാണ്. അപ്പോൾ സ്കൂളുകളിൽ അടക്കം നടക്കുന്ന കാര്യങ്ങളെ പറ്റി അയാൾ തുറന്നു പറഞ്ഞിരുന്നു. ഇത് വളരെ അപകടകരമായ സ്ഥിതിയാണ്. സമൂഹം മുഴുവനായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗം പോലീസ് ചെയ്യട്ടെ, എക്സൈസ് ചെയ്യട്ടെ എന്ന് മാത്രം വിചാരിച്ചിരിക്കാതെ സമൂഹം മുഴുവനുമായിട്ട് ഒത്തൊരുമിച്ച് ഈ ഡ്രഗ് മാഫിയയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വലിയ അപകടകരമായ സ്ഥിതിയിലേക്ക് എത്തുകയാണ്. കാരണം ഈ ചെയ്യുന്നവർക്ക് ബോധമൊന്നുമില്ല, സ്വബോധമെല്ലാം നഷ്ടപ്പെട്ട് അവരെ ഒരു എക്സ്റ്റസിയിലാണ്. എന്ത് ക്രൈം ചെയ്യുന്നതിലും അതിനൊരു എക്സ്റ്റസി കണ്ടെത്തുന്ന വിധത്തിലാണ്. അതുപോലെ ഈ പർട്ടിക്കുലർ ക്രൈമിൽ ശ്രദ്ധിക്കാനുള്ളത്, ഇവര് മുൻപേ തന്നെ മർഡർ കേസിലെ പ്രതികളാണ്, മുൻപേ തന്നെ മറ്റ് ഡ്രഗ് കേസിലെ പ്രതികളാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കെതിരെ പ്രിവെന്റീവ് ഡിറ്റൻഷനൊക്കെ കുറെ കൂടി കാര്യക്ഷമമായിട്ട് പോലീസ് ഉപയോഗിക്കേണ്ടതും ആവശ്യമാണ്. കാരണം ഇങ്ങനെയുള്ളവർ പോയി വീണ്ടും സാധാരണക്കാരെ അതിക്രൂരമായിട്ട് കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് പ്രിവെന്റീവ് ആക്ഷനും കുറെ കൂടി കർശനമായിട്ട് സ്വീകരിക്കണം. സെൻകുമാർ, ഈ ഇത്തരം അപകടകരമായ വിധത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ സ്വീകരിക്കാൻ സാധിക്കും? അതായത് ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത്? ഈ കൊലപാതക ഭാഗം, പോലീസിന്റെ ഭാഗം എന്ന് പറഞ്ഞത് പോലീസിന്റെ ഭാഗം മാത്രമല്ല, ഇത് സമൂഹത്തിന്, നിങ്ങൾ മീഡിയ അടക്കം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പൊ നമുക്ക് 800ഓളം ബാറുകളായി. എല്ലാത്തിന്റെയും തുടക്കം മിക്കവാറും ഏതെങ്കിലും ബാറിൽ നിന്നാണ്. ഇപ്പൊ ഈ കേസിലും തുടക്കം ബാറിൽ നിന്നാണ്. അപ്പൊ ഇത്ര അധികം ബാറുകൾ നമുക്ക് ആവശ്യമുണ്ടോ? മദ്യമാണോ നമ്മുടെ സമൂഹത്തിന് ഇത്ര ആവശ്യമുള്ളത്? അതുപോലെ മയക്കുമരുന്നുള്ള കാര്യത്തില് അത് കണ്ടെത്താനും പിടിക്കാനും സമൂഹം ഒരുമിച്ച് സഹായിക്കണം. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ, ഇത് പോലീസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പോലീസിന് അത് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അത്രയധികം ജോലികൾ പോലീസിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ പോലീസിന് മാത്രമായിട്ടോ എക്സൈസിന് മാത്രമായിട്ടോ ഇത് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഒരുമിച്ച് സമൂഹത്തിന്റെ ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയിട്ട് സമൂഹം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഡ്രഗ് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പോലീസിന് എല്ലാ ജോലിയും നോക്കിയിട്ട് അതിന്റെ ഭാഗമായിട്ട് ഡ്രഗ് മാഫിയയെ മാത്രം നോക്കുകയാണെങ്കിൽ അധികം സമയം കിട്ടില്ല, അധികം ആൾക്കാരെയും കിട്ടില്ല അതിന് മാത്രം നോക്കാനായിട്ട്. അത് എല്ലാവരുടെയും മുൻ ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരാണ് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരെ പ്രിവെന്റീവ് ആക്ഷനിൽ അങ്ങനെയുള്ളവരെ എടുക്കാനായിട്ട് പോലീസ് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന്. വളരെ നന്ദിയുണ്ട് TP സെൻകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ തിരിച്ച് വിഷ്ണു കരുണാകരനിലേക്ക് തിരിച്ചു പോകുന്നു. വിഷ്ണു, മുൻ DGP ആണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചത്. കൂടുതൽ പ്രിവെന്റീവ് ആക്ഷൻസ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.